ആദ്യ ധ്യാനം മുതൽ മിക്കവാറും എല്ലാ ധ്യാനങ്ങളും ഞാൻ കൂടിയിട്ടുണ്ട്. ചിറ്റൂരായതുകൊണ്ടൊരു ഭാഗ്യം മിക്കവാറും വർഷങ്ങളിലും കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ ധ്യാനിക്കാനങ്ങനെ വരാത്തത്. മറ്റേത് എല്ലാ വർഷവും ഇവിടെ ധ്യാനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ധ്യാനം കൂടാനുള്ളൊരു കാരണം ഇതാണ്. വീട്ടിലിങ്ങനെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്നോട് ധ്യാനം കൂടണമെന്ന് പറഞ്ഞില്ല, എനിക്കൊരു ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനാദ്യം പോയി കൂടിയിട്ട് വരാം, എവിടെ കൂടാൻ പോകുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ധ്യാനം ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഈ ആഴ്ച ഇവിടെ ധ്യാനം കൂടുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം മറ്റെവിടെയെങ്കിലും ഭാര്യയ്ക്ക് കൂടാമെന്ന് പറഞ്ഞു. ഒരു തീരുമാനം വന്നതാണ്, നമുക്ക് കുടുംബത്തിൽ എല്ലാ വർഷവും ഒരു ധ്യാനമെങ്കിലും കൂടണം എന്നുള്ളൊരു തീരുമാനം വന്നു. മറ്റൊന്നുകൊണ്ടല്ല, കുറേയധികം പ്രാർത്ഥിക്കാനും ഇനിയുള്ള കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ചില ബോധ്യമുള്ളത് കൊണ്ടാണ്. എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്രേ ഉള്ളൂ, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഒരു ഉണർവോടെ ആകണം. കാരണം കുറേ നാളായിട്ട് എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം, എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്കൊരു പുറത്തുനിന്നൊരു സമ്മർദ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് അധികം ശുശ്രൂഷകളൊന്നും ഇപ്പം ഇല്ല. അതുകൊണ്ട് ഒരു പാർട്ട് ടൈമായിട്ടൊരു ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത കുറേ നാളായിട്ട് ഇങ്ങനെ പലരും ഇങ്ങനെ തള്ളാൻ തുടങ്ങി. ഞാനിങ്ങനെ പറഞ്ഞൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ആത്മീയമായിട്ട് അടുപ്പമുള്ള ആരെങ്കിലുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോൺ ഡോക്ടറിനുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് ചെന്നു. ഡോക്ടറോട് എനിക്ക് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി മെനക്കെട്ടോടൊപ്പം ഇരിക്കുക. ഡോക്ടർ ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യം ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു, ദർശനമൊന്നുമല്ല, കുറേ ആ കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞ് വളരെ ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം നേരിടാനുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ട്രാൻസ്പോർട്ടിൻ്റെ ധ്യാനമുണ്ട്, അപ്പം എന്നോട് ചെന്ന അപ്പം നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞു. അപ്പം കൊണ്ടുവന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വിദേശത്താണ്, നടക്കത്തില്ല. അപ്പം നമ്മൾ CD ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നുണ്ട്. അപ്പം വീണ്ടും ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ധ്യാനം കൂടെ എനിക്ക് തീരുമാനം ഒട്ടും താല്പര്യമില്ല, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കർത്താവിനെ വിളിച്ചിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ കാരണമാണ്. അത് ഞാൻ ഈ സമ്മർദ്ദമുള്ളവരടുത്തൊക്കെ പറഞ്ഞു, ഒന്ന് രണ്ട് ഇതിനകത്ത് തന്നെ വന്ന സമ്മർദ്ദങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ചൊന്ന് ധ്യാനിച്ച വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ എനിക്കൊരു പ്രശ്നമുള്ളത്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കയറി ഉത്തരം പറയും. അങ്ങനൊരു പോരായ്മ എനിക്കുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറഞ്ഞു, ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുന്നവർ ധ്യാനം കൂടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ പോത്തും ധ്യാന കേന്ദ്രത്തിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നോട് വേണ്ടെന്ന് പോത്തിനെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കർത്താവ് പറയുന്ന പോലെ നിൽക്കാൻ താല്പര്യമുണ്ട്, ഇങ്ങനെ പോത്ത് നിൽക്കുന്ന പോലെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും കൃപയെല്ലാം ഈ ദിവസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് വ്യക്തമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ബ്രദറിനെക്കുറിച്ച് നേരത്തെ തന്നെ നല്ല അനുഭവം ഉള്ളതുകൊണ്ട് ധ്യാനത്തിന്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ത്രിത്രിക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുള്ള ഒരു ബോധ്യം കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത് ബ്രദർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി തന്നെയാണ് പ്രാർത്ഥനകളിലൂടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കൂടെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല, നമുക്ക് എത്താൻ പോകും. എങ്കിലും ഇതുപോലെ ചില സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ചില ചാഞ്ചലിപ്പൊക്കെ ഇങ്ങനെ സ്വാഭാവികം ഉണ്ടാകാറുണ്ട്. എന്നാലും തീർച്ചയായിട്ടുണ്ട്, എന്തായാലും വേറെ ഒന്നിനും പോകുന്നില്ല. കാരണം ലോകത്തുള്ള എല്ലാ പണി ചെയ്യാനും ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ ഈ കർത്താവിൻ്റെ പണി ചെയ്യാൻ ആത്മാർത്ഥമായ ആൾക്കാർ കുറവാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പ്രലോഭനങ്ങൾ എന്തുണ്ടായാലും അതിനെ വിടുന്ന പരിപാടിയില്ല, അതിനെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നല്ല ബോധ്യങ്ങൾ ലഭിച്ചു. കുറച്ചും കൂടി കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് ഒരു ചെറിയ സാമ്പിൾ പഠിക്കട്ടെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളതിന് വരാൻ പോകുന്നത് അനുഭവിച്ചറിയാം. ഞാൻ അന്നേരം എന്നെ ചിന്തയിലായിരുന്നു, അപ്പോൾ ഒന്നും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കാരണം ഇനി ഇവിടെ കുറച്ചുകൂടെ വന്നിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് വിചാരിച്ചത്. എങ്കിലും പ്രധാനം നമ്മൾ പറഞ്ഞു.
നമുക്കൊന്ന് എഴുന്നേറ്റിരുന്ന്